ഹായ് അമ്മൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു നേന്ത്രക്കായ വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയെടുത്താലോ. ആദ്യം കായ ഇതുപോലെ നുറുക്കിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് നല്ല പോലെ കഴുകിയെടുക്കുക. അതിലത്തെ കറിയൊക്കെ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. 2 സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-10 വെളുത്തുള്ളി ചതച്ചത് നല്ല പോലെ ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മസാല എല്ലാതും കൂടിയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. അത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ ഇത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറി തന്നെയാണ്. ഏത് വെജിറ്റേറിയൻസിനായാലും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മൂടി വെച്ച് അത് വേവിച്ചെടുക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം തേങ്ങ കൊത്തിയെടുത്തതാണ് തേങ്ങ കൊത്തും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ച് ഇളക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് പിന്നെ വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കണം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് വറുത്തെടുക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ തേങ്ങ ഒന്ന് വറന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ചെറിയ കഷ്ണം ജാതിയുടെ പത്രയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കതിലേക്ക് 1 സ്പൂണോളം പെരുംജീരകവും പിന്നെ ഒരു ബേ ലീഫും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ അധികം ഒരുപാട് കരിയിക്കരുത്. അത് കഴിഞ്ഞ് നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ ഓരോന്നിനും ഓരോന്നായിട്ടുള്ള ഓരോ പാകം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അതില്ല വെച്ചെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അപ്പോഴേക്കും നമ്മുടെ കായ ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ആ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റി റെഡിയായിട്ട് വരണം. ഒന്ന് വറ്റി റെഡിയായിട്ട് വന്നു കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒന്ന് താളിച്ചെടുക്കണം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് കടുകും 1 സ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി ചതച്ചെടുത്തതാണ്. ഇനി പരിഞ്ഞെടുത്താലും കുഴപ്പമില്ല. ഞാൻ ചതച്ചെടുത്തതാണ്. അതും ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മണം കൂടി ആകുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചമുളകൊക്കെ മൂത്ത് വരുന്നതിൻ്റെ. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ച പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു അടിപൊളി കറിയാണ്. ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്